നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. CPM-ന്റെ മന്ത്രിമാരിൽ വീണ ജോർജ് ഒഴിച്ച് ബാക്കി ഉള്ള എല്ലാവരോടും മത്സരത്തിന് തയ്യാറെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി. വീണ ജോർജ് ഒഴിച്ചുള്ള എല്ലാ CPM മന്ത്രിമാരും വീണ്ടും ജനവിധി തേടണമെന്നാണ് മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നത്. 2026 തെരഞ്ഞെടുപ്പിൽ ഈ മന്ത്രിമാർക്ക് വലിയ വിജയ സാധ്യതയുണ്ടെന്ന് മുഖ്യമന്ത്രിക്ക് ലഭിച്ച രഹസ്യാന്വേഷണ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു. പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ്, എക്സൈസ് മന്ത്രി MP രാജേഷ്, ധനകാര്യമന്ത്രി KN ബാലഗോപാൽ തുടങ്ങിയവരൊക്കെ വരുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. മന്ത്രിമാരെ മാറ്റി നിർത്തേണ്ടെന്നും ഇവർ മത്സരിച്ചാൽ വിജയിക്കുമെന്നും മുഖ്യമന്ത്രിക്ക് കിട്ടിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇത്. എന്നാൽ ഘടകകക്ഷി മന്ത്രിമാരുടെ കാര്യത്തിൽ അതത് പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടതെന്നും അതിൽ CPM ഇടപെടുന്നില്ല എന്നുമാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. എന്നാൽ KB ഗണേഷ് കുമാർ, മന്ത്രി കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ മത്സരിക്കണമെന്നാണ് മുഖ്യമന്ത്രിയുടെ ആഗ്രഹം. കാരണം കൃഷ്ണൻകുട്ടി മത്സരിക്കുന്ന ചിറ്റൂർ സീറ്റ്, KB ഗണേഷ് കുമാറിന്റെ പത്തനാപുരം സീറ്റ്, ഇവയൊക്കെ ആ നേതാക്കൾ മത്സരിച്ചാലേ വിജയിക്കുകയുള്ളൂ. അതുകൊണ്ട് ഘടകകക്ഷികളിൽ നിന്നും ഇത്തരം നേതാക്കൾ, അതുപോലെ തന്നെ മാത്യു ടി തോമസ്, ജനതാദളിന്റെ മാത്യു ടി തോമസ്, അദ്ദേഹവും തിരുവല്ലയിൽ നിന്ന് മത്സരിക്കണമെന്നാണ് മുഖ്യമന്ത്രിയുടെ ആഗ്രഹം. കാരണം ഇവരൊക്കെ മത്സരിച്ചാലേ ആ സീറ്റുകൾ പിടിക്കാൻ പറ്റൂ. എന്നാൽ CPM-ൽ വീണ ജോർജ് ഒഴിച്ചുള്ള മന്ത്രിമാർ എല്ലാവരും മത്സരിക്കും എന്നുള്ള കാര്യം ഏറെക്കുറെ തീർച്ചയാണ്. ചെങ്ങന്നൂരിൽ സജി ചെറിയാന് വീണ്ടും ഒരു അവസരം നൽകണമെന്നാണ് പിണറായിയുടെ ആഗ്രഹം. കാരണം ചെങ്ങന്നൂരിൽ സജി ചെറിയാൻ നിന്നില്ലെങ്കിൽ ഒരുപക്ഷെ അവിടെ വരുന്ന CPM സ്ഥാനാർത്ഥി പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് കൊട്ടാരക്കരയിലടക്കമുള്ള സ്ഥലങ്ങളിലും KN ബാലഗോപാലിനെ മാറ്റി നിർത്തി വേറൊരു CPM സ്ഥാനാർത്ഥിയാണെങ്കിൽ ആ സീറ്റ് UDF കൊണ്ടുപോകുമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഭയം. കാരണം അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായ ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ എവിടെയൊക്കെ നിന്നാൽ ജയിക്കുമെന്നുള്ള കാര്യത്തെപ്പറ്റി കൃത്യമായ റിപ്പോർട്ട് സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗം ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. ഇനിയൊരു റിവൈസ്ഡ് റിപ്പോർട്ട് വരുന്ന 3 മാസം കഴിയുമ്പോൾ വീണ്ടും ഒരു റിപ്പോർട്ടും, അതിനുശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന് വീണ്ടും ഒരു റിപ്പോർട്ട്, അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രിയുടെ കയ്യിൽ കൃത്യമായി കിട്ടുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഇതെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. CPM മന്ത്രിമാർ ഏറെക്കുറെ എല്ലാവരും നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചതെന്നും അതുകൊണ്ട് അവർക്ക് ജനങ്ങളുമായി കൂടുതൽ അടുപ്പമുണ്ടെന്നും മന്ത്രിമാരായിരുന്നവർ തങ്ങളുടെ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നുമാണ് മുഖ്യമന്ത്രിയുടെ പക്ഷം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് കിട്ടിയ അറിവ്. അതുകൊണ്ട് തന്നെ ഈ മന്ത്രിമാർ എല്ലാവരും മത്സരിക്കട്ടെ എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ CPM-ൽ പിണറായി എന്താഗ്രഹിച്ചാലും അത് നടന്നു എന്ന് തന്നെയാണ് അർത്ഥം. എന്നാൽ വീണ ജോർജിനെ ആറന്മുളയിൽ മത്സരിക്കേണ്ട, അതിന് പകരം വേറൊരു പുതിയൊരാൾ മത്സരിക്കട്ടെ എന്നാണ് പാർട്ടിയുടെ തീരുമാനം. അത് മുഖ്യമന്ത്രി അംഗീകരിച്ചിട്ടുമുണ്ട്. കാരണം വീണ ജോർജിനെതിരെ അത്രയ്ക്ക് അവിടെ ജനങ്ങൾക്കിടയിൽ എതിർപ്പുണ്ട്. അതുകൊണ്ട് അവർ അവിടെ മത്സരിക്കില്ല. അതിനു പകരം ബെന്യാമിനെ പോലുള്ള ഒരു പുതിയ മുഖത്തെ അവിടെ അവതരിപ്പിക്കാമെന്നാണ് CPM കരുതുന്നത്. ഏതായാലും വീണയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള CPM മന്ത്രിമാരെല്ലാവരും ഘടകകക്ഷി മന്ത്രിമാരിൽ നിന്ന് KB ഗണേഷ് കുമാറും കൃഷ്ണൻകുട്ടിയും അടക്കമുള്ളവർ മത്സരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം. അല്ലെങ്കിൽ പിണറായി വിജയൻ ഇവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം അങ്ങനെയാണ്.